പാലക്കാടൻ ചുരത്തിലൂടെയുള്ള ഉഷ്ണക്കാറ്റിന്റെ ചൂട് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണമാണ്. തമിഴ്നാട്ടിൽ നിന്നും ചൂടുകാറ്റ് വരുന്നതിനാലാണ് പാലക്കാട് ചൂട് വർദ്ധിക്കുന്നത്. ഗുജറാത്തിൽ നിന്ന് ആരംഭിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗം അവസാനിക്കുന്നത് മലമ്പുഴയുടെ ഈ ഭാഗത്താണ്. പിന്നീട് കിലോമീറ്ററുകളോളം സമതല പ്രദേശമാണ്. ഇതാണ് പാലക്കാടൻ ചുരം. ഈ പാലക്കാടൻ ചുരം വഴിയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റ് കേരളത്തിലേക്ക് അടിച്ചു വീശുന്നത്. ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടത്തിലെ ഏക വിടവാണ് പാലക്കാട് ചുരം. സാധാരണ ഉള്ളതുപോലെ വളഞ്ഞു പൊളഞ്ഞ പാതയല്ല പാലക്കാടൻ ചുരം. പാലക്കാട് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പട്ടണം ഉൾപ്പെടെ വരുന്ന വിശാലമായ ഭൂപ്രദേശമാണിത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വലിയ ഉൽക്കകൾ വീണ് പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗം താഴ്ന്ന സമതലമായതാണ് പാലക്കാട് ചുരം. ഈ മാതൃക പരിശോധിച്ചാൽ പാലക്കാടൻ ചുരത്തിന്റെ ശരിയായ രൂപം വ്യക്തമാകും. പശ്ചിമഘട്ടത്തിലെ ഈ വിടവിലൂടെ മാത്രമാണ് കാറ്റിന്റെ സഞ്ചാരം. അടച്ചുവെച്ച സ്ഥലത്ത് ഇങ്ങോട്ടിരുന്ന് അങ്ങോട്ടും അങ്ങോട്ടിരുന്ന് ഇങ്ങോട്ടും കാറ്റ് പോകാൻ പറ്റില്ല, തടസ്സമാണ്. അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഹോൾ ഇട്ടാൽ അതിൽ കൂടിയേ കാറ്റ് പോവുള്ളൂ. അതുപോലുള്ളൊരു ചെറിയ ഗ്യാപ്പ്, ഇടവെളിയാണ് പാലക്കാട് ഗ്യാപ്പ്. അപ്പോൾ ഇതിൽ കൂടി മാത്രമേ ഈ ചുടുകാറ്റ് പോകുള്ളൂ, വേറെ എല്ലാം തടസ്സമാണ്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ അത് പോയി കടക്കാൻ സാധ്യമല്ല, കാരണം സർഫേസ് ഹീറ്റും ചേരുന്നു. ഇപ്പോൾ രണ്ടും ചേരുമ്പോൾ അടുപ്പിൻ്റെ മുകളിൽ ഇരിക്കുന്നത് പോലെ ആകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറബിക്കടലിൽ നിന്നുള്ള കാറ്റ് തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റ് കേരളത്തിലേക്കും സഞ്ചരിക്കുന്നു. മഴ ലഭിക്കുന്നതിനും പാലക്കാടൻ ചുരം കാരണമാകുന്നു. കേരളത്തിന്റെ എല്ലാ കാലാവസ്ഥയ്ക്കും പ്രധാന കാരണമായി വർത്തിക്കുന്നതാണ് പാലക്കാടൻ ചുരം എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ടത്തിലെ വിടവ്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.